ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം, ഈ ഡോക്ടറോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ, അസുഖത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെ സംക്ഷിപ്തമായി പറയാം എന്ന് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു വെക്കുന്നത്, സ്വയം പറഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അത് വേണമെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയും കൂടെ ചെയ്യാം. ഈ ഡോക്ടർ എപ്പോഴും വളരെ തിരക്കുള്ളൊരു മനുഷ്യനായിരിക്കും. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആ സമയത്തിരുന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്ന് ആലോചിച്ച് പറയാൻ പലപ്പോഴും സാധ്യമാകില്ല, കൃത്യമായിട്ട് പറയാൻ. അപ്പോൾ നേരത്തെ എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലൊന്ന് ആലോചിച്ച് ഒന്ന് വെച്ചാൽ അത് വളരെ എളുപ്പമായി. പറ്റുമെങ്കിൽ അത് കടലാസിൽ ചെറിയ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഒന്ന് എഴുതി വെച്ചാൽ അതും നന്ന്. ഒരു ഡോക്ടർക്ക് പ്രധാനമായിട്ടും ഒരു രോഗിയിൽ നിന്ന് അറിയാനുള്ളത് ചില കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, എന്തൊക്കെ അസുഖത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ ഡോക്ടറെ കാണാൻ വന്നിരിക്കുന്നത് എന്നുള്ള വിഷയമാണ്. ഉദാഹരണമായിട്ട് ഡോക്ടർ ചോദിക്കുകയാണ്, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോക്ടറെ എനിക്ക് ചുമയും പനിയും ശ്വാസം മുട്ടലുമാണ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ആദ്യം ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം. അപ്പോൾ ഡോക്ടർക്ക് അറിയേണ്ടത് പിന്നെ എന്ന് തുടങ്ങി, അതെങ്ങനെ ആദ്യം എന്ത് തുടങ്ങി എന്നാണ് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ പറയേണ്ടത്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ചുമ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി, 3 ദിവസം കഴിഞ്ഞിട്ട് പനി തുടങ്ങി, 2 ദിവസം മുമ്പ് ശ്വാസം മുട്ടലായി. നമ്മളങ്ങനെയാണ് പറയേണ്ടത്. ഡോക്ടർ ഒരാഴ്ച മുമ്പ് ചുമ ആരംഭിച്ചു, 3 ദിവസം കഴിഞ്ഞപ്പോൾ പനി തുടങ്ങി, ഇന്നലെ മുതൽ ശ്വാസം മുട്ടൽ തുടങ്ങി എന്ന് നമ്മൾ പറയണം. അതിന് പകരമായിട്ട് ഡോക്ടറെ ക്രിസ്മസിൻ്റെ തലേന്നാണ് ചുമ തുടങ്ങിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡോക്ടർക്ക് അത് കാലഗണന കണക്കൂട്ടിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിന് ഈ തിരക്കിനിടയിൽ ക്രിസ്മസ് എന്നാണെന്നോ അല്ലെങ്കിൽ ക്രിസ്മസ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായെന്നൊക്കെ ആലോചിക്കാനൊക്കെ ഉള്ളൊരു സമയം കിട്ടത്തില്ല. അപ്പോൾ ഈ കണക്കുകളൊക്കെ എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് പറയുന്നതാണ് നല്ലത്. അത് കുറച്ചുകൂടി രോഗത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ ഡോക്ടർക്ക് മനസ്സിലാക്കാൻ സഹായകരമായിരിക്കും. പിന്നെ ഒരു ഡോക്ടർക്ക് അറിയേണ്ടത്, ഇതേ അസുഖം അടുത്ത കാലത്ത് അവസാനം വന്നത് എന്നാണ് ഈ രോഗിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, കുടുംബത്തിൽ എന്തെങ്കിലും മാരകമായ അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും ശസ്ത്രക്രിയകൾ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും പിന്നീട് ഡോക്ടർ ചോദിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് ഉത്തരം പറയുക, നമ്മൾ വലിച്ചു നീട്ടാതെ ടു ദ പോയിന്റ് ചോദിക്കുന്ന അതിന് മാത്രം ഉത്തരം പറയുക. അപ്പോൾ ഇങ്ങനെ നേരത്തെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടറെ കണ്ടതിന് ശേഷം അക്കാര്യം നമ്മൾ ഒരു പ്രത്യേക വിഷയം നമ്മൾ പറയാൻ വിട്ടുപോയല്ലോ എന്നുള്ള സംശയം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. നമ്മൾ പറയുന്നതെല്ലാം ഡോക്ടർ കൃത്യമായി മനസ്സിലാക്കി, ഡോക്ടർക്ക് നമ്മളെക്കുറിച്ചെല്ലാം അറിയാൻ കഴിഞ്ഞു എന്നുള്ള സംശയമൊക്കെ ദൂരീകരിച്ച് നമുക്ക് സംതൃപ്തമായ ഒരു കൺസൾട്ടേഷൻ നമുക്ക് നടത്താൻ കഴിയും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്കെന്തെങ്കിലും മറ്റ് രോഗങ്ങളുണ്ടോ എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രമേഹമുള്ളവരുണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉള്ളവരുണ്ട്, കൊളസ്ട്രോൾ കൂടുതലുള്ളവരുണ്ട്, കാർഡിയാക് ഡിസീസ് ഉള്ളവരുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ചികിത്സാ രേഖകൾ കയ്യിൽ കരുതുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചുമയായിട്ട് പോകുമ്പോൾ എന്നാൽ പിന്നെ ചുമയുടെ കാര്യം മാത്രം ഡോക്ടറോട് പറഞ്ഞാൽ മതിയല്ലോ, അങ്ങനെയല്ല. ഇതെല്ലാം പരസ്പരം എല്ലാ അസുഖങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഏതൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോഴും, അത് സ്പെഷ്യലിസ്റ്റ് ആണെങ്കിലും ഫിസിഷ്യൻ ആണെങ്കിലും ജനറൽ പ്രാക്ടീഷണർ ആണെങ്കിലും, നമ്മൾ ഇപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് രോഗങ്ങളുടെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ ചികിത്സാ രേഖകൾ കൈ കരുതണം. എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ രേഖകൾ കരുതുക. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർക്ക് നിങ്ങളുടെ രോഗത്തെ കുറച്ചുകൂടെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാനും കൃത്യമായ ചികിത്സ പറയാനും ശരിയായ ചികിത്സ പറയാനും ശരിയായ ലാബ് ടെസ്റ്റുകൾ നിർദ്ദേശിക്കാനും കഴിയും. അതല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ചെയ്ത ടെസ്റ്റുകൾ തന്നെ വീണ്ടും ആവർത്തിക്കേണ്ടി വരും. അത് ധനനഷ്ടമാണ്, സമയനഷ്ടമാണ്, ചികിത്സാ കാലയളവ് നീണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ അതുണ്ടാകാതിരിക്കുക. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് പലതരം അസുഖങ്ങൾക്ക് മരുന്നുകൾ കഴിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പറയും, അത് ഡോക്ടറെ ഇന്ന മരുന്നാണ് കഴിക്കുന്നത്, ഈ മരുന്നിൻ്റെ പേര് അങ്ങനെയാണ് എന്നൊക്കെ ഓർമ്മയെന്ന് പറയാൻ ശ്രമിക്കും. ഓർമ്മയിൽ നിന്ന് ഈ മരുന്നുകളുടെ പേര്, ഡോസൊക്കെ പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പലപ്പോഴും ഞങ്ങൾക്ക് തെറ്റിപ്പോകും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ ഈ മരുന്നുകളുടെ ലിസ്റ്റ് ഉണ്ടാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, പലപ്പോഴും ആൾക്കാർ ലിസ്റ്റിന് പകരം മെഡിക്കൽ ഷോപ്പിൽ ഈ മരുന്ന് വാങ്ങിച്ച ബില്ലാണ് കാണിക്കാറുള്ളത്. അത് നോക്കിയാൽ കൃത്യമായിട്ട് മരുന്നുകളുടെ കാര്യം അറിയാൻ കഴിയില്ല. ചിലപ്പോൾ ഈ മറ്റ് ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ തന്നെയായിരിക്കും തരുന്നത്. അത് ഓക്കെയാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഏത് മരുന്നുകളും ഒരുപാട് കമ്പനികൾ, പല കമ്പനികൾ പല പേരുകളിലാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഇപ്പം ഉദാഹരണമായിട്ട് പനിയുടെ ഗുളിക പാരസെറ്റമോൾ എന്നുള്ളതാണ് പനിയുടെ മരുന്നിൻ്റെ പേര്. പാരസെറ്റമോൾ പെപ്റ്റാനിൻ എന്ന പേരിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, ക്രോസിൻ എന്ന പേരിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, ഡോളോ എന്ന പേരിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്.
അതുപോലെ ഡയബറ്റീസിൻ്റെ മരുന്നുകൾ ഒരേ മരുന്ന് തന്നെ പല പല പേരുകളിൽ, പല പല ബ്രാൻഡ് നെയിമുകളിൽ, ഈ ബ്രാൻഡ് നെയിം വേറെ, മരുന്നിൻ്റെ കോമ്പൗണ്ട് നെയിം വേറെ. അപ്പോൾ നമ്മൾ ഈ ബ്രാൻഡ് നെയിമുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാൻഡ് നെയിമുകളെല്ലാം എല്ലാ ഡോക്ടർമാരും കൃത്യമായി അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ഒരു ബ്രാൻഡിൻ്റെ നെയിം നിങ്ങൾ കാണുന്ന ഡോക്ടർ ഒരു പക്ഷേ അറിഞ്ഞു കാണണമെന്നില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഉള്ള കുഴപ്പം, നിങ്ങളുടെ മരുന്നുകൾ കൃത്യമായിട്ട് ഏതൊക്കെയാണെന്ന് ഈ ഡോക്ടർക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. എന്തിനാണ് അത്രയും സമയം അദ്ദേഹത്തിന് കളയുന്നത്? അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യം, ഈ കഴിക്കുന്ന മരുന്നുകൾ ഒരു ബാഗിനകത്തിട്ട് ഡോക്ടറെ നേരിട്ട് കാണിക്കുന്നതാണ് നല്ലത്. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർക്ക് കൃത്യമായിട്ടത് മനസ്സിലാവും. അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അസുഖത്തിന് ഈ കഴിക്കുന്ന മരുന്നുകളുടെ തന്നെ ഡോസ് അല്പം കൂട്ടിയാൽ മതിയാകും, അല്ലെങ്കിൽ ഡോസ് അല്പം കുറച്ചാൽ മതിയാകും. അത് ഡോക്ടർക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. ഇതിൻ്റെ ഒരു മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് ഒരുപാട് സ്പെഷ്യലിസ്റ്റുകളെ കാണുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ENT ഡോക്ടറെ, ഓർത്തോപീഡിക്സ് ഡോക്ടറെ, കാർഡിയോളജിസ്റ്റിനെ ഒക്കെ ഒരേ സമയത്ത് കാണുന്ന ആൾക്കാരുണ്ടാവും. ഈ മരുന്നുകൾ നിങ്ങളുടെ കൈവച്ചില്ലെങ്കിൽ, അത് കാണിച്ചില്ലെങ്കിൽ, ഈ എല്ലാ ഡോക്ടർമാരും ഒരേ മരുന്നുകൾ തന്നെ ആവർത്തിക്കാനുള്ള സാധ്യതയുമുണ്ട്. കാര്യം ഈ അസുഖങ്ങളെല്ലാം ENT ആണെങ്കിലും ഓർത്തോ ആണെങ്കിലും ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരേ മരുന്നുകൾ പല ബ്രാൻഡ് നെയിമിലുള്ള ഒരേ മരുന്നുകൾ ഈ സ്പെഷ്യലിസ്റ്റുകളെല്ലാം എഴുതി നിങ്ങൾക്ക് മരുന്നുകളുടെ എണ്ണം യഥാർത്ഥത്തിൽ നിങ്ങളൊരു 3-4 മരുന്ന് കഴിച്ചാൽ മതിയാവും. പക്ഷേ നിങ്ങൾ കഴിക്കുന്നത് ഒരു പക്ഷേ 8 മരുന്നായിരിക്കാം. കാരണം വെച്ചാൽ ബാക്കി മരുന്നുകളൊക്കെ റെപ്പറ്റീഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ഭയങ്കരമായിട്ട്. രണ്ടാമത്തെ കാര്യം, മരുന്നുകളൊക്കെ നമ്മളെന്തിനും ആവശ്യമില്ല കഴിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ലത് മരുന്നുകൾ തന്നെ ഡോക്ടറെ കൊണ്ട് കാണിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതായിരിക്കും ശരിയായ ഒരു രീതി. അപ്പോൾ നമ്മൾ പറഞ്ഞത് 3 കാര്യങ്ങളാണ്, പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, ഡോക്ടറോട് പറയേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ മനസ്സിലൊന്ന് ആലോചിച്ച് വെച്ച് സംക്ഷിപ്തമായി അവതരിപ്പിക്കാനുള്ള ഒന്ന് ശ്രമിക്കുക. ഡോക്ടറെ കാണും മുമ്പ് തന്നെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറയേണ്ട പോയിന്റുകളൊക്കെ ഒരു കടലാസിൽ എഴുതി വെക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചികിത്സാരേഖകൾ, ലാബ് ടെസ്റ്റുകളെല്ലാം കയ്യിൽ കരുതുക ഏത് ഡോക്ടറെ കാണുന്നതിന് മുമ്പും. മൂന്നാമത്തെ കാര്യം, മരുന്നുകളുടെ ബില്ലുകളും പ്രിസ്ക്രിപ്ഷനും ഡോക്ടറെ കാണിക്കുന്നതിന് പകരം മരുന്നുകൾ തന്നെ ഒരു ചെറിയ ബാഗിനകത്തിട്ട് ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും ഉചിതം. താങ്ക് യു സോ മച്ച്.